2014 ശേഷം സംഘഭരണം കാഴ്ചവെക്കുന്ന പുതിയ ഇന്ത്യയാണിത്. ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ചികിത്സിക്കാൻ 5-സ്റ്റാർ ഹോസ്പിറ്റലുകൾ, ജീവനുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ചികിത്സയില്ലാതെ പെരുവഴിയിൽ ചത്തുവീഴുന്നു. ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവനുള്ള മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു. ഇതുപോലെയുള്ള ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ AC റൂമിൽ കിടന്നുറങ്ങുന്നു. ജീവനുള്ള പാവപ്പെട്ട ജനങ്ങൾ വൃത്തികെട്ട കൂരകളിൽ കിടന്നുറങ്ങുമ്പോൾ ആ കൂരകൾ വരെ പൊളിച്ചു മാറ്റുന്ന ഇന്ത്യ. വിശപ്പും ദാഹവുമുള്ള ജീവനുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷണമില്ല. ജീവനില്ലാത്ത ഇതുപോലെയുള്ള വിഗ്രഹങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ബിരിയാണി. ബുദ്ധിയുള്ള മനുഷ്യർ ഇതെല്ലാം കണ്ട് ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാരായി നടക്കുമ്പോൾ ബുദ്ധിയുള്ള ചിലർ മനഃപൂർവ്വം ഭ്രാന്തായിട്ട് അഭിനയിക്കുന്നു. ജീവനില്ലാത്ത ഇതുപോലെയുള്ള വിഗ്രഹങ്ങളുടെ പേരിൽ പണം പിരിക്കുന്നു, കട്ട് നക്കുന്നു. 2014 ശേഷം പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു സംഘടനയുടെ പൊടി പോലും ഇന്ന് ഇന്ത്യയിലില്ല. എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. പക്ഷേ മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ സംരക്ഷണ സമിതി വളരെ സ്ട്രോങ് ആയിട്ട് രംഗത്തെത്താറുണ്ട്. മനുഷ്യന് മൃഗങ്ങളുടെ വില പോലും ഇല്ല എന്ന് നമ്മുടെ രാജ്യം വളരെ ശക്തമായി കൊണ്ട് തെളിയിച്ചിരിക്കുന്നു.